എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ സീനിയർ ക്യാപ്റ്റൻ മൊട്ട ആളാണെങ്കിൽ വരാൻ പോകുന്ന ആ വലിയ യുദ്ധത്തെക്കുറിച്ച് ഇപ്പോ അവരോട് പറയാണ്. അത് കേട്ട് ഒറീബയാണെങ്കിൽ പേടിച്ചു നിൽക്കും. അതിന് ക്യാപ്റ്റൻ ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് ടോഷറയോടും ആ ചുന്ദരി പെണ്ണ് സോൾ റീപ്പറിനോടും അവരോട് നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും. ടോഷറോയ്ക്ക് ക്യാപ്റ്റൻ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിന്റെ സീരിയസ്നെസ് അത് എത്രത്തോളം ഉണ്ടെന്ന് പിടികിട്ടുകയാണ്. അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് ഇപ്പൊ ട്രെയിനിങ് എടുക്കാൻ തയ്യാറാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സാധോയെ കാണിക്കും. മുടിയൻ സാധോ ആണെങ്കിൽ ഇപ്പോ ഉറഹറയുടെ അണ്ടറിൽ നല്ല പവർഫുൾ ആയി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റാഞ്ചിക്ക് മാത്രം പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. അവൻ അങ്ങനെ വെറുതെ ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ റാഞ്ചിക്കാണെങ്കിൽ അതിൽ ചെറിയൊരു നാണക്കേടുണ്ട്. കാരണം അവന് ചെയ്യാൻ ജോലിയോ ടാസ്കുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ ടൈം അവൻ വെറുതെ ഇരുന്ന് കഴിക്കുക മാത്രം ചെയ്യും. അവൻ ആ കാര്യം ഇപ്പൊ ഉറഹറയോട് പറയും. ഉറഹറയ്ക്കാണെങ്കിൽ ഓൾറെഡി റാഞ്ചിക്ക് ഒരു പണി കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഉറഹറ റാഞ്ചിയോട് പറയും, ഞാനിപ്പോ ഓൾറെഡി മുടിയനും ഇച്ചുകോയ്ക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ നിന്നെ കൊണ്ട് പറ്റും പോലെ നീയും ബാക്കിയുള്ളവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം. അത് കേൾക്കേണ്ട താമസം അവൻ ടെൻഷനാവും. അയ്യോ ഇല്ല, എനിക്ക് സ്വന്തമായിട്ട് കുറെ ട്രെയിനിങ് എടുക്കാനുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് ബാക്കിയുണ്ട്. അതിനാ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവനെ കളിയാക്കും. മാസ്റ്റർ ഉറഹറ പറയുന്നത് നീ കേട്ടില്ലേ? വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്നതുകൊണ്ട് മാത്രമായില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് അനുസരിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ റാഞ്ചിയെ കളിയാക്കും. അതിൽ കൺട്രോൾ പോയ റാഞ്ചിയാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിപ്പയ്യനോട് അവനോട് ദേഷ്യപ്പെടാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ വേറെ വഴിയില്ലാതെ റാഞ്ചിയാണെങ്കിൽ സാധുക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. റാഞ്ചിയാണെങ്കിൽ അവന്റെ ബാങ്കായ് പവർ അതങ്ങനെ റിലീസ് ചെയ്ത് മുടിയനെ അച്ചറം അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മുടിയനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ ദയനീയമായിട്ട് അതിൽ പരാജയപ്പെട്ടു പോവാണ്. പക്ഷെ അപ്പോഴും അവൻ പ്രതീക്ഷ കൈവിടാതെ ആ ബാങ്കായെ തകർത്ത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. ഇവിടെ റാഞ്ചിയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് അവന്റെ പവർ അതങ്ങനെ മുടിയന് നേർക്ക് വീണ്ടും പ്രയോഗിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഉറഹറ ആളാണെങ്കിൽ ഇപ്പോ മുടിയന്റെ ഫൈറ്റ് ഒക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. മുടിയനാണെങ്കിൽ അവന്റെ പവറുകൾ ഉപയോഗിച്ച് സോൾ റീപ്പേഴ്സിനെയോ അതുപോലെ തന്നെ ക്വൻസീസിനെയോ തോൽപ്പിക്കാനാവില്ല. അവന്റെ പവർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹോലോസിന്റെ നേരെയാണ്. അവന് തകർക്കാൻ കഴിയുക ഹോലോസിനെയാണ്. മുടിയന്റെ ഡിറ്റർമിനേഷനും ഫൈറ്റ് ചെയ്യാനുള്ള ആവേശമൊക്കെ കാണുമ്പോൾ ഉറഹറയ്ക്ക് അവനെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വൈറ്റ് സെറ്റ്സിന്റെ ആ ഒരു ബേസ് കാണിക്കും. അവിടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ ഒരു കണക്കിന് അവന്റെ ഹോലോ പവർ അതിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അടുത്തതായിട്ട് അവന്റെ ട്രെയിനിങ്ങിന്റെ സെക്കൻഡ് ഫേസ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹീറോ അവൻ ഉറച്ച വിശ്വാസത്തോടു കൂടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ചോപ്പത്തി ആണെങ്കിൽ ഇപ്പൊ ഹീറോയുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ചുറ്റുമുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും ആ ഒരു ഫൈറ്റ് അങ്ങനെ ഹായ് ആയിട്ടിരുന്ന് കാണുകയാണ്. ആ ഫൈറ്റ് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അത് വെറും ഒരു ട്രെയിനിങ് അല്ല. ആ കുഞ്ഞു പെണ്ണ് ഇച്ചിഗോയോട് റിവഞ്ച് തീർക്കുകയാണ്. അതുപോലെയാണ് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അവരാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ ക്യാഷ്വലായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു ഫൈറ്റ് നോക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ആ ഒരു ബേസിന്റെ പുറത്ത് ഇപ്പൊ ഒറിഹിബ അവളാണെങ്കിൽ ഹീറോയുടെ പവർ സെൻസ് ചെയ്ത് ആ പേസിന്റെ തൊട്ട് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ആ പേസ് കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. മാത്രമല്ല ഒറിഹിബയെ പോലെ പവർ ഉള്ളവർക്ക് അതിൻ്റെ അകത്തേക്ക് അത്ര വേഗം കയറാനായിട്ട് കഴിയില്ല. അതിനു ചുറ്റും ഒരു ബാരിയർ ഉണ്ട്. അവൾ ആ ബാരിയറിൽ തൊട്ട് നോക്കും. അത് വളരെ സ്ട്രോങ് ആണ്. അത്ര എളുപ്പത്തിൽ അവൾക്കത് ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. ആ കുഞ്ഞു പെണ്ണ് ഹീറോയെ അച്ചറം പൊച്ചറ ഇട്ടിക്കും. പക്ഷേ ഹീറോയുടെ മാസ്ക് മാത്രം ഇളകി വീഴാതെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ചുറ്റുമുള്ള വൈസഡ് ടീമിലെ മെമ്പേഴ്സിന് വല്ലാത്തൊരു അത്ഭുതം. ഇത്രയും സമയം ഹീറോയെ കൊണ്ട് എങ്ങനെ ആ ഒരു മാസ്ക് അത് താഴെ പോവാതെ അവന്റെ ഫേസിൽ നിർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അതിശയവും അത്ഭുതവും. അടുത്ത നിമിഷം ആ ഉണ്ടപ്പൻ ആളാണെങ്കിൽ അവരുടെ ഫേസിലേക്ക് ആരോ എത്തിയിട്ടുണ്ടെന്ന് ഇപ്പൊ തിരിച്ചറിയാണ്. എന്തോ ഒരു പ്രഷർ ആള് സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ഒറിഹിബ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് ഇപ്പോ അവിടേക്ക് അങ്ങനെ നടന്നു വരും. വൈസഡ് ടീമാണെങ്കിൽ ഏതോ ഒരു ഇൻക്ലൂഡർ അകത്തേക്ക് കയറി തിരിച്ചറിഞ്ഞ് അടുത്ത നിമിഷം തന്നെ ആയുധങ്ങളൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. അപ്പോഴായിരിക്കും അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ചുന്ദരി പെണ്ണ് ഒറിഹിബ അവൾ അങ്ങനെ നടന്നു വരിക. അവൾ കാണുമ്പോൾ തന്നെ അവര് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരിൽ പലരും കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കുകയാണ്. അവളാണെങ്കിൽ തലയൊക്കെ താഴ്ത്തി അവരെ നോക്കി ചിരിച്ച് ഇപ്പോ ഇച്ചിഗോയെ നോക്കും.
ഇച്ചിഗോ ആണെങ്കിൽ അവളെ കാണേണ്ട താമസം ഒർഹിബയെ തിരിച്ചറിയാണ്. ഒർഹിബ അവനെ അന്വേഷിച്ച് ഇവിടെ വരെ എത്തുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ അവൻ ട്രെയിനിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ഒർഹിബയുടെ അടുത്തേക്ക് വരികയാണ്. അവർ രണ്ടുപേരും കാഷ്വലായിട്ട് ഒരുപാട് നേരം സംസാരിക്കും. ഒർഹിബയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇച്ചിഗയോട് പറയും. പ്രധാനമായിട്ടും ആ സീനിയർ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ ഇനിയുള്ളത് 6 മാസത്തെ സമയമാണ്. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. ഐസൻ അവൻ 6 മാസം കൊണ്ട് അവന്റെ റിസർച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തി ഇവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും അബ്സോർബ് ചെയ്തെടുക്കും. നമ്മുടെ ഈ സിറ്റി അതവൻ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ആദ്യം ഒന്ന് ഷോക്കാവും. അതിനുശേഷം പതിയെ ചിരിച്ച് അവളെ ആശ്വസിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും നമ്മുടെ മാക്സിമം കൊടുത്ത് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും പവർഫുൾ ആവും. പിന്നെ ഐസൺ അല്ല, അവനെ കഴിഞ്ഞും പവറുള്ള ആര് വന്നാലും അവരെ എല്ലാവരെയും നമ്മൾ തുരത്തി ഓടിക്കും. എനിക്കോ നിനക്കോ നമ്മുടെ ഫ്രണ്ട്സിനോ ഇവിടെയുള്ള ആർക്കും ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇച്ചിഗോയുടെ കോൺഫിഡൻസ് കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവും. ആ പഴയ ഇച്ചിഗോയെ അവൾക്ക് തിരികെ കിട്ടും പോലെ അവൾക്ക് തോന്നും. നിരാശയും സങ്കടമൊക്കെ വിട്ട് ഇച്ചിഗോയ്ക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് പവർഫുൾ ആവാൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിച്ച് ആണെങ്കിൽ ഇച്ചിഗോയോട് ബായ് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഇവിടെ വൈസഡ് ഗ്യാങ് ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്ങിനെ കൊണ്ട് എങ്ങനെ അവരുടെ ബാരിയർ അത് തകർത്ത് അകത്തേക്ക് വരാൻ കഴിഞ്ഞു? ഈ ഒരു ബേസ് അത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അതെങ്ങനെ ഇവളെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കും. ആ ജയന്റ് മാൻ ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ഒരുപാട് ചിന്തിക്കും. അതിനുശേഷം അവരോട് പറയും തീർച്ചയായിട്ടും അവൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബേസ് അവളെ കൊണ്ട് കണ്ടെത്താനായത്. ഇവിടെ ഒർഹിബയാണെങ്കിൽ ഇച്ചിഗോയെ കണ്ട സന്തോഷത്തിൽ പുറത്തേക്ക് അങ്ങനെ ഓടി വരും. അപ്പൊ അവള് കാണും ദൂരത്തായിട്ട് ആ ക്യാറ്റ് ലേഡി. അവള് ഒർഹിബയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ക്യാറ്റ് ലേഡിയെ കാണുമ്പോൾ തന്നെ ഒർഹിബയ്ക്ക് ഒരുപാട് ടെൻഷൻ ആവും. ക്യാറ്റ് ലേഡി ആണെങ്കിൽ ഒർഹിബയോട് പറയും ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്, എത്രയും വേഗം നിന്നെ ഉറഹറയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ പേടിച്ചോടുകയാണ്. അവന്റെ പപ്പ അവന്റെ പിന്നാലെ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ കണ്ണാടി പയ്യൻ അവന്റെ ഓട്ടം നിർത്തി തിരികെ അവന്റെ പപ്പയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവന്റെ പപ്പ കണ്ണാടി പയ്യനെ കഴിഞ്ഞ് ഒരുപാട് പവർഫുൾ ആണ്. അവന്റെ അറ്റാക്കുകളെല്ലാം പ്രിവെന്റ് ചെയ്ത് പപ്പയാണെങ്കിൽ അവന്റെ തൊട്ടടുത്തെത്തി അറഞ്ചം പുറഞ്ച് അവനെ അറ്റാക്ക് ചെയ്യും. കണ്ണാടിപ്പയനാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അടുത്ത നിമിഷം ഒരമ്പ് അതങ്ങനെ വന്ന് അവന്റെ നെഞ്ചിലൂടെ കുത്തിയിറങ്ങും. വേദനയിൽ പൊളഞ്ഞ് കണ്ണാടിപ്പയ്യൻ അവൻ അടിച്ച് താഴെ വീഴും. കണ്ണാടിപ്പയ്യന്റെ പപ്പയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ലോകത്തോരച്ഛനും തന്റെ മകനെ ഇത്രയധികം ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എല്ലാം ക്വിൻസി പവറിന് വേണ്ടി എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.